ന്യൂറൽ ഫിൽറ്ററിലെ ഏറ്റവും അവസാനത്തെ ഫിൽറ്ററായിട്ടുള്ള ഫോട്ടോ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിൽറ്ററാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ ഒരു ഫോട്ടോ റീസ്റ്റോറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഴയ ഫോട്ടോ, ഡാമേജ്ഡ് ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് ഒരു പുതിയ രീതിയിലേക്കൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണിക്കൂറുകളും അല്ലെങ്കിൽ ദിവസങ്ങളും നമുക്ക് എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫിൽറ്ററുകൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫിൽറ്ററാണ് ഇവിടെ നമുക്ക് ന്യൂറൽ ഫിൽറ്ററിലുള്ള ഫോട്ടോ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിൽറ്റർ. ഈ ഒരു ഫിൽറ്റർ ഇപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇനിയും അപ്കമിങ് ആയിട്ട് വരും. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ റീസ്റ്റോറേഷൻ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ഒരുപാട് ഡാമേജസ് ഒന്നും നമ്മൾ കാണുന്നില്ല. അതിനകത്ത് കുറച്ച് ലൈൻസ് പോലെ, ഒരു മടക്കുകൾ പോലെയൊക്കെയുള്ള കുറച്ച് ഡാമേജുകളാണുള്ളത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫോട്ടോ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്റർ ഓൺ ആക്കി കൊടുക്കുക. ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് ഓണാക്കി കൊടുത്തു. ഇത് ഓണാക്കുമ്പോൾ തന്നെ ഇവിടെ പ്രോസസ്സിംഗ് ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഡിവൈസിൽ അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഫോട്ടോ റീസ്റ്റോറേഷൻ്റെ താഴെയായിട്ട് 2-3 ഓപ്ഷനുകൾ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ ഫോട്ടോ എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ആദ്യമായിട്ട് നമ്മൾ കാണുക. അവിടെ ഒരു ഡീഫോൾട്ട് വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ എൻഹാൻസ് ഫേസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ അടുത്ത ഒരു സ്ലൈഡറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ സ്ക്രാച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡറുണ്ട്. ഈ ഒരു സ്ലൈഡറുകൾ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഹെൽപ്പായിട്ടുള്ള ഒരു സ്ലൈഡർ എന്ന് പറഞ്ഞത് ഈ സ്ക്രാച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡറാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്ക്രാച്ചുകളൊക്കെ നമ്മുടെ പഴയ ഫോട്ടോകളിൽ എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ സ്ക്രാച്ചസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രാച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ നമുക്ക് ഉപകരിക്കും. എൻഹാൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോയിൽ ഫേസ് ഒക്കെയുള്ള ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി കുറച്ച് എൻഹാൻസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്ലൈഡർ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഫോട്ടോ എൻഹാൻസ്മെൻ്റ് എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഓവറോൾ ഫോട്ടോയിൽ ആ എൻഹാൻസ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചൊന്ന് നമുക്ക് എൻഹാൻസ് ചെയ്ത് തരും. അപ്പോൾ അത് നമ്മുടെ ഫോട്ടോയ്ക്ക് എന്തോരം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ആ സ്ലൈഡറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഫോട്ടോ എൻഹാൻസ്മെൻറ്റ് ഞാൻ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് 50 ഇവിടെ കിടപ്പുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് കൂട്ടുവാണ്. നോക്കുക, ഇവിടെയുള്ള ആ നോയ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ബിഫോർ കാണിക്കാം. നോക്കുക, ഇതാണ് ബിഫോറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയൊക്കെ ഈ മുടിയുടെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ച് നോയ്സി ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ കളറും ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഹാൻസ് ഫേസിൽ കൂടുതൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇവിടെ കാണുന്നില്ല. നമുക്ക് ഈ ഫേസൊക്കെ വളരെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ സ്ക്രാച്ച് റിഡക്ഷനിലേക്ക് പോകുകയാണ്. അതിപ്പോൾ 0 ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ സ്ക്രാച്ച് റിഡക്ഷൻ നമ്മൾ കൂട്ടുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ആ സ്ക്രാച്ചസ് എല്ലാം നമുക്ക് മാറി കിട്ടുന്നത്. അത് ഒരുപാട് നിങ്ങൾ കൂട്ടരുത്, കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു നോക്കുക. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക. അപ്പോൾ ഞാനിവിടെ ഒരു 12 ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് മൗസ് റിലീസ് ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ പ്രോസസ്സ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന സ്ക്രാച്ചസ് അതുപോലെ തന്നെ ഈ ഒരു മടക്കുകൾ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രാച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡറിൽ നമ്മൾ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നോക്കുക, നമ്മുടെ ആ ഫോട്ടോയിലുള്ള സ്ക്രാച്ചസ് എല്ലാം അത് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ബിഫോർ ഒന്ന് നോക്കാം. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രാച്ചസ് ഒന്നും ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ സ്ക്രാച്ചസും നമുക്ക് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്ക്രാച്ചസിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലെറ്ററിങ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ലെറ്ററിങ് കാണുന്നുണ്ട്. അപ്പോൾ ആ ലെറ്ററിങ് സഹിതം നമുക്ക് അവിടെ റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഈ കണ്ണിൻ്റെ ഭാഗത്തുള്ള ആ മടക്ക് പോയിട്ടില്ല. അപ്പോൾ ആ ഒരു മടങ്ങിയ ഫീലിംഗ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ മുടിയുടെ ഈ ഒരു ഏരിയയിൽ ആ ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെയുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഈ ഒരു സ്ക്രാച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞ സ്ലൈഡർ ആ ഫോട്ടോയിലുള്ള സ്ക്രാച്ചസുകൾ മാത്രമേ മാറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ആ ഒരു കറുത്ത പാടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റുന്നതിനുള്ള സ്ലൈഡർ അല്ല ഇത്. ഇത് കൂടുതലായിട്ട് നിങ്ങൾ ഓവറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഫേസ് ഒക്കെ ഉള്ളൊരു ഫോട്ടോ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഏത് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ എലമെൻസിൻ്റെ ഷേപ്പുകൾക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ സ്ക്രാച്ച് റിഡക്ഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കാണിച്ചു തരാം. ഞാനൊരു 76ലേക്ക് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ സ്ക്രാച്ച് റിഡക്ഷൻ ഇൻക്രീസ് ചെയ്ത സമയത്ത് അതിൻ്റെ ഷേപ്പിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്കുക. ഇവിടെ ഈ മുടിയുടെ ഇവിടെ ഷേപ്പ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ഇൻകംപ്ലീറ്റ് ആണ് നോക്കുക.
അതുപോലെ തന്നെ ആ ഒരു മൗത്തിൻ്റെ ഭാഗത്തിന് ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇവിടം തൊട്ട് മുടി കാണുന്നില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിനകത്ത് ഇംപെർഫെക്ഷൻസ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സ്ക്രാച്ച് റിഡക്ഷൻ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഫോട്ടോയ്ക്ക് ഉള്ളിലെ ആ സ്ക്രാച്ചസ് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റിൽ മാത്രമേ നിങ്ങൾ സ്ക്രാച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ലൈഡർ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ട ഒരു സ്ക്രാച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു 12 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 11, 12 അല്ലെങ്കിൽ 10 റേഞ്ചിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ആ ഒരു റേഞ്ചിൽ വെച്ചിരുന്നത്. അപ്പോൾ നോക്കാം, നമ്മൾ ആ പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഇവിടെ ചെയ്യാനുള്ളത് ഈ കണ്ണിൻ്റെ ഇവിടുത്തെ ആ ഒരു മടക്ക് പോലെ, ആ ഫോൾഡിങ് പോലത്തെ ആ സ്ട്രക്ചർ നമുക്ക് അവിടുന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത് നമുക്ക് ജനറേറ്റീവ് ഫില്ല് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ കാണാം. ഇവിടെ നമ്മുടെ ഫോട്ടോയിൽ ഒരുപാട് നോയ്സ് ഉള്ള ഒരു ഫോട്ടോ ആണെന്ന് വിചാരിക്കുക. കുറച്ച് ഗ്രെയിൻസ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കളർ നോയ്സ് റിഡക്ഷൻ, നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ കളർ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കളർ നോയ്സ് ഉണ്ടാവും. അതായത് കളറിലുള്ള കുറച്ച് ഗ്രെയിൻസ് പോലുള്ള സ്ട്രക്ചറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ലൈഡറാണ് കളർ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ. ഹാഫ് ടോൺ ആർട്ടിഫാക്ട്സ് റിഡക്ഷൻ. ഹാഫ് ടോൺ ആർട്ടിഫാക്ട്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രിൻ്റ് ചെയ്യുന്ന അവസരത്തിൽ ഡോട്ട്സുകൾ പ്രിൻ്റ് ചെയ്തിട്ടാണ് ഓരോ ഫോട്ടോയും ഉണ്ടായി വരുന്നത്. അതായത് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയും. ഒരു ഇഞ്ചിൽ എത്ര ഡോട്ട്സ് പ്രിൻ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ഫോട്ടോയിൽ അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. ആ ഡോട്ട്സുകൾ പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ അകലത്തിലൊക്കെ നമുക്ക് ആർട്ടിഫാക്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ആർട്ടിഫാക്ട്സ് നമുക്ക് റിഡക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹാഫ് ടോൺ ആർട്ടിഫാക്ട്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ JPG ആർട്ടിഫാക്ട്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിന് തൊട്ട് മുമ്പ് ഒരു ഫിൽറ്റർ പഠിച്ചിരുന്നു. JPG ആർട്ടിഫാക്ട്സ് റിമൂവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽറ്റർ പഠിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു എന്താണ് JPG ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള JPG ആർട്ടിഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടാണ് JPG ആർട്ടിഫാക്ട്സ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫോട്ടോയിൽ ഈ ഒരു സ്ലൈഡറുകൾ ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ പുതിയ ഒരു ലെയറിലേക്ക് എടുക്കാം. നോക്കുക, അത് നമുക്ക് ഒരു പുതിയ ലെയറിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണ്ണിൻ്റെ ഈ ഫോൾഡിംഗ് ഒന്ന് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ലേസർ ടൂൾ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഞാനിവിടെ ഈ ഒരു കണ്ണിൻ്റെ ആ ഒരു ഫോൾഡിങ്, ആ വന്ന ലൈൻ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടുത്തെ ലൈൻ മാത്രം ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ ഇവിടെ കോണ്ടെക്സ്ച്വൽ ടൂൾ ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞിട്ട് കാണാം. ജനറേറ്റീവ് ഫിൽ ഉപയോഗിച്ചിട്ടില്ലാത്തവർ അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തവർ നമ്മുടെ ജനറേറ്റീവ് ഫിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് പോയിട്ട് കാണുക. അതിൽ ജനറേറ്റീവ് ഫിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. ഇനി ഞാനിവിടെ ഈ ജനറേറ്റീവ് ഫില്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്നും തന്നെ മാറാനായിട്ടില്ല. നമുക്ക് ആ ഒരു ഫോൾഡിങ് മാത്രം മാറിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഫോൾഡിങ് മാത്രമല്ല, അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ഏരിയയും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്യാതെ അതിൻ്റെ ചുറ്റിനുമുള്ള കുറച്ച് ഏരിയയും കൂടെ സ്പേസ് വിട്ടിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പോലെ ആ ഒരു ലൈൻ മാത്രം, ആ ഫോൾഡിങ്ങിൻ്റെ ആ ലൈൻ മാത്രം ഞാൻ സെലക്ട് ചെയ്യാതെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ മെഷീൻ ലേണിങ്ങിലൂടെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏരിയകൾ എന്താണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് ഏരിയയും കൂടെ സ്പേസ് വിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ട, ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ആ സമയത്ത് അവിടെ മെഷീൻ ലേണിങ്ങിലൂടെ നമ്മുടെ ആ ഒരു പ്രോസസ്സ് നടക്കുകയും നമുക്ക് ആ ഒരു ഫോൾഡിങ് മാറി കിട്ടുകയും ചെയ്യും. ഇവിടെ നോക്കുക, 3 ഇമേജ്, നമ്മുടെ ആ ഐയുടെ 3 ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ് അവിടെ ഏറ്റവും സ്യൂട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇതിനകത്ത് ഏകദേശം 3ഉം സ്യൂട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ കുറച്ചും കൂടെ സ്യൂട്ടാണ്, രണ്ടാമത്തത് മൂന്നാമത്തിലൊക്കെ കുറച്ചും കൂടെ ഒരു ഷെയ്ഡ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആ ഒരു ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഏകദേശം ഓക്കെയാണ്. ഇനി എനിക്ക് ഈ ഒരു ഷെയ്ഡ് മാറ്റണം. അതും നമുക്ക് ഈ ഒരു ജനറേറ്റീവ് ഫില്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഈ ഒരു ഏരിയ ഇങ്ങനെ കൂടുതലായിട്ട് ഒന്ന് വരച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത്ര ഏരിയ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാതെ അതിൻ്റെ ചുറ്റിനുള്ള ഏരിയയും കൂടെ അതിനുള്ളിൽ ഉൾപ്പെടുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് കമ്പ്യൂട്ടർ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നതാണ് അവിടെ മാറ്റേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറേറ്റീവ് ഫില്ല് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ പ്രത്യേകിച്ച് പ്രോംപ്റ്റുകളൊന്നും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുതിയതായിട്ട് ഒരു കാര്യങ്ങളും സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം അവിടെയുള്ള ഒരു ഷെയ്ഡ് നമുക്ക് റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യവും ഇവിടെ എഴുതി കൊടുക്കണ്ട. എഴുതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുകയും അതവിടെ ചെയ്തു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിങ്ങൾക്ക് ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം. നോക്കുക, നമുക്ക് ആ ഒരു ഷെയ്ഡ് അവിടുന്ന് കൃത്യമായിട്ട് മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേതാണ് ഏറ്റവും സ്യൂട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു സാമ്പിൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു സാമ്പിൾ വലിയ കുഴപ്പമില്ല, അതുപോലെ ഈ സാമ്പിളും കുഴപ്പമില്ല. ആദ്യത്തെ സാമ്പിൾ ഇവിടെ നമുക്ക് ആ ഒരു കുറച്ച് ആ വൈറ്റ് ഷെയ്ഡ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അതൊരു ആർട്ടിഫിഷ്യൽ ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ ആ ഒരു സാമ്പിളിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ച് നല്ല ഒരു ബ്ലെൻഡായിട്ട് പോയിട്ടുണ്ട്. ആ ഒരു ഷെയ്ഡ് ആ ഒരു ബ്ലാക്കിലേക്ക് നല്ല ലയിച്ച് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തോ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇവിടെ ഈ ലിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഡോട്ട് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഡോട്ട് നമുക്ക് എങ്ങനെ മാറ്റാം? കുറച്ചൊന്ന് സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സ്പോട്ട് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടൂളുണ്ട്. ഇവിടുന്ന് സ്പോട്ട് ഹീലിംഗ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ലെയറിലേക്ക് നമ്മൾ വരിക. ഈ ഒരു ലെയറാണ് നമ്മുടെ ലിപ്പുള്ള ലെയർ എന്ന് പറയുന്നത്. ജനറേറ്റീവ് ഫില്ല് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പ്രത്യേകം ലെയറിലേക്ക് പോകേണ്ട കാര്യമില്ല. ഏത് ലെയറിലാണോ നിങ്ങൾക്ക് നിൽക്കുന്നത് ആ ലെയറിൽ തന്നെ നിന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജനറേറ്റീവ് ഫില്ല് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേസമയം നിങ്ങൾ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഹീലിംഗ് ബ്രഷുകൾ അല്ലെങ്കിൽ ക്ലോൺ സ്റ്റാമ്പ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഡാമേജ് എവിടെയാണോ ഉള്ളത് ആ പർട്ടിക്കുലർ ലെയറിലേക്ക് നിങ്ങൾ പോകണം. അതിന് ശേഷം വേണം അത് ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ആ ഹീലിംഗ് നിങ്ങൾ സ്പോട്ട് ഹീലിംഗ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വൈറ്റ് സ്പോട്ടിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്തു. അപ്പോൾ ആ ഒരു സ്പോട്ട് അവിടെ നിന്ന് മാറിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ സ്പോട്ട് ഹീലിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി. അതുപോലെ ചെറിയ ചെറിയ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് ഹീലിംഗ് ഉപയോഗിച്ചിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഫോട്ടോയുടെ ഡാമേജസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ലെയറുകളെല്ലാം കൂടെ ഞാനൊരു ഗ്രൂപ്പിലേക്ക് ആക്കാൻ പോവാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ലെയറുകളെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം Ctrl+G പ്രസ് ചെയ്യുക. Ctrl+G പ്രസ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലെയറുകളെല്ലാം കൂടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ Ctrl+G പ്രസ് ചെയ്തത്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ കളറ് കുറച്ച് ഇപ്പോഴും ഒരു ഓൾഡ് ലുക്കിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കിലേക്ക് നമ്മളതിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ നിന്നും നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടാവുന്നതാണ്. ആ സമയത്ത് പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് അത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെയറുകൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ നമ്മുടെ ആ ഫോട്ടോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം ഡാമേജസ് ഉണ്ടായിരുന്നു, എത്ര സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോയിൽ നിന്നും വ്യത്യാസമായി ഇവിടെ സ്ക്രാച്ചസ് കുറവാണ്, പക്ഷേ ഡാമേജസ് വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാമേജസ് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ന്യൂറൽ ഫിൽറ്ററിലേക്ക് പോവാം. ഇവിടെ ഫോട്ടോ റീസ്റ്റോറേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഫോട്ടോ ഓവറോൾ ഒരു എൻഹാൻസ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ആ ഫേസിനും നമുക്കൊരു എൻഹാൻസ്മെൻറ്റ് കിട്ടും. ഇവിടെ ഈ ഫോട്ടോയിൽ നമുക്ക് സ്ക്രാച്ചസ് ആയിട്ട് നമുക്കൊന്നും തന്നെ വലുതായിട്ട് കാണാനായിട്ടില്ല. ചെറിയ ചെറിയ പൊടികളും അതുപോലത്തെ ആ ഒരു കുത്തുകളൊക്കെയാണ് കാണുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രോസസ്സായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ സ്ക്രാച്ചസ് ചെറിയ എന്തെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ഒരു പൊടിക്കൊരു സ്ക്രാച്ച് റിഡക്ഷൻ ഒന്ന് ചെയ്യുക. ഒരു 7 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ഡാമേജസ് വന്നിരിക്കുന്ന ഫോട്ടോകൾ, ഇപ്പം നമുക്ക് ചില ഫോട്ടോയിൽ കണ്ണുണ്ടാവില്ല, അതുപോലെ തന്നെ മൂക്ക്, ഇവിടെ നമുക്ക് ഈ ഒരു മൗത്ത് ഏരിയ നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ
ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ ജനറേറ്റീവ് ഫില്ലൊക്കെ വന്ന സമയത്ത് കുറച്ചും കൂടെ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ഫോട്ടോയും എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ ഒരുപാട് ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഫ്യൂച്ചറിൽ ചിലപ്പോൾ അതിൻ്റെ ഓപ്ഷനുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള ആ ഭാഗത്ത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചറുകളൊക്കെ ആ ഒരു ആർട്ടിഫാക്ട്സിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഹാഫ് ടോൺ ആർട്ടിഫാക്ട്സ് നമുക്ക് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ JPG ആർട്ടിഫാക്ട്സും നമുക്ക് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ചെറിയ ആർട്ടിഫാക്ട്സ് ഒക്കെ ഉള്ളത് കുറച്ചും കൂടെ ഒന്ന് മൈൽഡായിട്ട് കിട്ടും. അതുപോലെ ഇവിടെ കളർ ഫോട്ടോ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് നോക്കണ്ട. നോയ്സ്, അതായത് കുറച്ചൊരു ചെറിയ ഗ്രെയിൻസ് പോലൊക്കെ വന്നിരിക്കുന്ന ആ സ്ട്രക്ചറുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോയ്സ് റിഡക്ഷൻ കൊടുക്കുന്നത്. ഒരു കാര്യങ്ങളും ഓവറായിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക. അതിന് വേണ്ട ആ ഒരു ലിമിറ്റിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ആ കൊടുത്ത വാല്യൂ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വീണ്ടും അത് ഓൾട്ടർ ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പം നമ്മുടെ ആ ആർട്ടിഫാക്ട്സ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് മൈൽഡായിട്ടുണ്ട്. നമുക്ക് ആ ബിഫോർ ഒന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഇവിടെ നോക്കുക, ആ ചെറിയ ആ ഒരു ഗ്രെയിൻസ് പോലെയൊക്കെ ഇരുന്ന വൈറ്റ് രീതിയിലുള്ള എലമെൻസുകളൊക്കെ ഞാനിവിടെ ആ ഒരു നമ്മൾ ആർട്ടിഫാക്ട്സ് റിഡക്റ്റ് ചെയ്ത സമയത്ത് അതൊക്കെ മൈൽഡായിട്ടുണ്ട് നോക്കുക. അതുപോലെ തന്നെ ആ നോയ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതൊരു പുതിയ ലെയറിലേക്ക് ഞാനിത് ഓക്കെ കൊടുത്ത് എടുക്കുന്നു. അതിനുശേഷം ഇനിയാണ് നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. അതായത് നമുക്ക് ഈ ഡാമേജ് ചെയ്ത സ്ഥലങ്ങളെല്ലാം ഒന്ന് നന്നാക്കിയെടുക്കണം. അതിന് നിങ്ങൾ ഈ ഒരു ഫോട്ടോ വെറുതെ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റീവ് ഫില്ല് കൊടുത്താൽ കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ഏരിയ വീതം നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം അതിന് ജനറേറ്റീവ് ഫില്ല് കൊടുത്തിട്ട് ഹീൽ ചെയ്ത് വരിക. എവിടെയെങ്കിലും പുതിയ കാര്യങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ അതിന് പ്രോംപ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ അങ്ങനെ പ്രോംപ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ഈ ഒരു മുടിയുടെ മുകളിലായിട്ട് ചെറിയൊരു ഏരിയ ഡാമേജ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ആദ്യം ഒന്ന് മാറ്റാം. അപ്പോൾ അതിന് ഞാനിവിടെ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ജനറേറ്റീവ് ഫില്ല് വന്നു. അതിനുശേഷം ജനറേറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യാതെ അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ഏരിയകളും കൂടെ ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് പ്രോംപ്റ്റ് ഒന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. നോക്കുക, ജനറേറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡാമേജ് ആയിട്ടുള്ള ഏരിയ നമുക്ക് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ 3 സാമ്പിൾസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ സാമ്പിളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ കണ്ടു, അതുപോലെ തന്നെ മൂന്നാമത്തും കണ്ടു. ഇതിലേതാണ് ഏറ്റവും ആപ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് വരികയാണ്. ഇനി ഈ ഒരു ഏരിയ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇവിടം തൊട്ട് ഇത്ര ഏരിയ, ഇവിടം വരെയുള്ള ഏരിയ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഏരിയയിൽ ഡാമേജ് അല്ലാതെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മുടി കയറി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നെറ്റിയുടെ ഫോർഹെഡിൻ്റെ കുറച്ച് ഏരിയ കയറി വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഏരിയ, അതുപോലെ ഈ പിരികം ഇതൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഏരിയയും കൂടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ഡാമേജ് ഏരിയ മാറ്റേണ്ട ഒരു ഏരിയ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇവിടം തൊട്ട് ഈ ഒരു ഏരിയ വരെയാണ് നമുക്ക് ആ ഡാമേജ് ഏരിയ മാറ്റേണ്ടത്. അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഏരിയയിൽ ഡാമേജ് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ സെലക്ഷൻ ഇവിടം കൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്തത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയേനെ. ഡാമേജ് ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഷേപ്പൊക്കെ മാറിപ്പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ സെലക്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജനറേറ്റീവ് ഫില്ലിലേക്ക് വരിക. ജനറേറ്റീവ് ഫില്ലിലേക്ക് വന്നതിന് ശേഷം വെറുതെ ജനറേറ്റ് കൊടുക്കുക. നോക്കുക, നമുക്ക് ആ ഏരിയ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 3 സാമ്പിളുകൾ തന്നിട്ടുണ്ട്. നോക്കുക, ആ സാമ്പിളുകൾ ഏതാണ് അതുമായിട്ട് യോജിക്കുന്ന ഒരു സാമ്പിൾ നോക്കുക. മൂന്നാമത്തെ സാമ്പിളിൽ വീണ്ടും ഇവിടെ സ്ക്രാച്ചസ് ഒക്കെ കാണുന്നുണ്ട്. രണ്ടാമത്തെ സാമ്പിള്, അതുപോലെ തന്നെ ഒന്നാമത്തെ സാമ്പിൾ. എനിക്ക് തോന്നുന്നു ഈ ഒന്നാമത്തെ സാമ്പിൾ തന്നെയാണ് കുറച്ചും കൂടെ അതിന് യോജിക്കുക.
അതിനുശേഷം ഇവിടെ കുറച്ച് റീടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റീവ് ഫില്ല് തന്നെ വീണ്ടും ഉപയോഗിക്കാം. ഇനി ഈ ഒരു ഏരിയ, നമുക്ക് ഈ മൂക്കിൻ്റെ ഏരിയ അതൊന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത്ര ഏരിയ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഏരിയ ഇത്ര സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ജനറേറ്റീവ് ഫില്ല് പ്രസ് ചെയ്യുന്നു, ജനറേറ്റ് പ്രസ് ചെയ്യുന്നു. നോക്കുക, അത്ര ഏരിയയും കൂടെ നമുക്കത് ഹീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു. ഇവിടെ ഒരു ഏരിയ, ചെറിയൊരു ഏരിയ ഹീൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ജനറേറ്റ് കൊടുക്കുന്നു. നോക്കുക, ആ ഒരു ഏരിയ നമുക്ക് കറക്റ്റായിട്ട് അത് ഹീലായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ കുഴപ്പമില്ല. താഴേക്ക് വരുന്നു. ഇനി ഈ ഏരിയ നമുക്കൊന്ന് ഹീൽ ചെയ്തെടുക്കണം. ഈ ഒരു ഏരിയ ഞാനിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടുന്ന് ആ ലിപ്പ് അവിടെ ഒഴിച്ചിട്ട്, അതായത് ആ മൗത്ത് ഏരിയ അവിടെ വിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര ഏരിയ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ജനറേറ്റീവ് ഫില്ല് ജനറേറ്റ്. നോക്കാം, നമുക്കത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഓപ്ഷനും കൂടെ നോക്കാം. ഇതും കുഴപ്പമില്ല, ഈ ഒരു ഓപ്ഷനും കുഴപ്പമില്ല. ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ആ ഡാമേജ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഏരിയ, ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ആ ഒരു ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജനറേറ്റീവ് ഫില്ല് കൊടുക്കുക. നോക്കുക, 3 ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏത് ഓപ്ഷനാണോ കൃത്യമായിട്ട് അവിടെ മാച്ച് ആവുന്നത് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഓപ്ഷൻ കുഴപ്പമില്ല, ഇതവിടെ കൃത്യമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഏരിയ ഡാമേജ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ജനറേറ്റീവ് ഫില്ല് കൊടുക്കുക. നോക്കുക, ആ ഏരിയയുടെയും നമുക്ക് 3 ഏരിയ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് യോജിക്കുന്ന ഏരിയ ഏതാണെന്ന് നോക്കുക. ഇതും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഈ ഒരു സാമ്പിളും കുഴപ്പമില്ല. കാരണം കുറച്ച് ആ ഒരു ഷോൾഡറൊക്കെ കുറച്ച് നല്ല കെർവി ആയിട്ട് വന്നിട്ടുണ്ട്. അതേസമയം ആദ്യത്തെ നോക്കുകയാണെങ്കിൽ അവിടെ അത്ര കെർവി അല്ല. അതുപോലെ തന്നെ ആ ഡീറ്റെയിലിങ്ങും കറക്റ്റല്ല. അതേസമയം നമുക്ക് ഈ ഒരു സാമ്പിൾ കുഴപ്പമില്ല, അതുപോലെ തന്നെ ഈ ഒരു സാമ്പിളും കുഴപ്പമില്ല. ഇതാണ് കുറച്ചും കൂടെ കെർവി ആയിട്ട് വന്നിരിക്കുന്നത്. ഇനിയും കുറച്ച് കോംപ്ലിക്കേഷൻ പിടിച്ച സ്ഥലമാണ് ഈ ഒരു മൗത്ത് ഏരിയ എന്ന് പറയുന്നത്. കുട്ടി ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഈ ഒരു മൗത്ത് ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ജനറേറ്റീവ് ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള സ്ട്രക്ചറുകളുണ്ട്. അപ്പോൾ പല്ലുണ്ട്, അതുപോലെ തന്നെ ലിപ്പ് ഒരു പ്രത്യേക രീതിയിലാണ് പോയിരിക്കുന്നത്. ആ ഒരു പ്രത്യേക ഫീലിലാണ് കുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിരി നമുക്ക് എന്താണേലും അവിടെ കിട്ടണം. അപ്പോൾ വെറുതെ നിങ്ങൾ ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരേണ്ടത് എന്നുള്ളത് സിസ്റ്റത്തിന് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടൺ ആയിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വെറുതെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വരുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക എന്താണെന്ന്. നോക്കുക, അത് ഷേപ്പ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കുക, 3 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ കുഴപ്പമില്ല വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷനാണ്. പക്ഷേ എന്നാലും കുറച്ചും കൂടി അത് നമുക്കൊന്ന് കൃത്യമാക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓരോ ലെയറുകൾ നമ്മൾ ജനറേറ്റീവ് ഫില്ല് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കൊടുത്ത ലെയർ എന്ന് പറയുന്നത് ഈ ലെയറാണ്. ലെയർ 8 ആണ്, ഫിൽ 8 എന്ന് പറയും. ഇപ്പോൾ ഈ ഫിൽ 8 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെയർ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ വരും. എങ്ങനെയാണ് അത് ഏകദേശം നന്നായിട്ട് തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ആ മൗത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല്ലുകൾ ഇവിടെ കാണാം. അപ്പോൾ ആ പല്ലുകൾ നമുക്ക് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ പല്ലുകൾ മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ആ പല്ലുകൾ മാത്രം സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പല്ലുകൾ അവിടെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടീത്ത് എന്ന് കൊടുത്തു. ഇപ്പോൾ നോക്കുക, നമുക്ക് ആ കൃത്യമായിട്ടുള്ള ആ സ്ഥലത്ത് ആ പല്ലുകൾ വന്നിട്ടുണ്ട്. നമുക്ക് 3 ഓപ്ഷനുണ്ട്. അതിനകത്ത് ഏത് ഓപ്ഷനാണോ നമുക്ക് ചേരുന്നത് അത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ ഞാൻ കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ ലിപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ലിപ്പ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് ജനറേറ്റ് കൊടുക്കാം.
നോക്കുക, അവിടെ ആ ലിപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് അതുമായിട്ട് ചേരുന്ന ഒരു ലിപ്പ് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു ലിപ്പ് കുഴപ്പമില്ല. ഈ ഒരു ലിപ്പുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു 3 ലിപ്പും കൂടെ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ലിപ്പുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു 3 ലിപ്പ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലിപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വീണ്ടും ജനറേറ്റ് കൊടുക്കുക. ആ സമയത്ത് ഇതുമായി സാമ്യമുള്ള 3 ലിപ്പും കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. നോക്കുക, അതുമായിട്ട് സാമ്യമുള്ള ഒരു 3 ലിപ്പും കൂടെ നമുക്കവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇങ്ങനെ ലിപ്പ് മടങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ആ ഫോട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലിപ്പ് എടുക്കാം. അല്ലെങ്കിൽ ഈ ലിപ്പും കുഴപ്പമില്ല, ഇതും വലിയ കുഴപ്പമില്ലാത്ത ഇരിക്കുന്ന ഒരു ലിപ്പാണ്. ഇനി നമുക്ക് ഈ താഴത്തെ ലിപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ താഴെ വശം ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജനറേറ്റ് കൊടുക്കാം. നോക്കാം, താഴത്തെ ആ ലിപ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് ലിപ്പാണ് ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ലിപ്പ് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഒന്ന് കുറച്ചൊരു ഡാമേജ് മാറാനുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ജനറേറ്റ് കൊടുക്കാം. അവിടെ ആ ഡാമേജ് മാറിയിട്ടുണ്ട്. അതുപോലെ ഈ കണ്ണിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഡാമേജ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് മാറ്റാം. ഇത് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആകാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ലെയറുകളൊന്ന് മെർജ് ചെയ്തതിന് ശേഷം നമുക്കത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത എല്ലാ ലെയറുകളും കൂടെ നമുക്കൊന്ന് മെർജ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ന്യൂറൽ ഫിൽറ്റർ വഴി ജനറേറ്റ് ചെയ്ത നമ്മുടെ ലെയർ ഇവിടെ കിടപ്പുണ്ട്, ലെയർ 1 എന്ന് പറഞ്ഞിട്ട്. ആ ലെയർ വരെ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിനെ ഒന്ന് മെർജ് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത ലെയറുകളെല്ലാം കൂടെ മെർജാക്കി കിട്ടും. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീടച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സ്പോട്ട് ഹീലിംഗ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലോൺ സ്റ്റാമ്പ് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ സ്പോട്ട് ഹീലിംഗ് എടുത്തതിന് ശേഷം ഞാനിവിടെ ആ ഒരു ഏരിയ ഒന്ന് സ്പോട്ട് ഹീലിംഗ് ആക്കി കൊടുക്കാൻ പോവാണ്. സ്പോട്ട് ഹീൽ ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ ആ ലൈൻ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ആ ലൈൻ ഒന്ന് സ്മൂത്ത് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ആ ലൈൻ സ്മൂത്തായി നോക്കുക. ആ സ്മൂത്ത് ആയതിനു ശേഷം നിങ്ങൾക്ക് ക്ലോൺ സ്റ്റാമ്പ് ഉപയോഗിക്കാം. ക്ലോൺ സ്റ്റാമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ടിപ്പുറത്തെ കളറാണ് നമുക്ക് അങ്ങോട്ടേക്ക് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കളർ ഓൾട്ട് കീ പ്രസ് ചെയ്ത് അതിൻ്റെ സാമ്പിൾ എടുത്തു. അതിനുശേഷം ഞാനവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുത്തു. സ്മൂത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, മുകളിൽ നമ്മൾ ഏത് ടൂളാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഓപ്ഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാറിനെ ഓപ്ഷൻസ് ബാർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലോൺ സ്റ്റാമ്പ് എടുത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒപ്പാസിറ്റി ഒരു 40 താഴെ കൊടുക്കുക. ഇവിടെ ഫ്ലോ ഒരു 80 റേഞ്ചിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റീടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോൺ സ്റ്റാമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനവിടെ സ്മൂത്ത് ചെയ്ത് കൊടുത്തു. ഇവിടെയും ഒരു അല്പം നമുക്ക് ഒന്ന് സ്മൂത്ത് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ചീക്കിൻ്റെ ഏരിയയിൽ നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യാം. അവിടെ ഒരു കറക്റ്റ് ഒരു വൈറ്റ് ഏരിയ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്മൂത്ത് ചെയ്ത് വിടാം. ഇനി നമുക്ക് എൻ്റെ പഴയ ഫോട്ടോ ഒന്ന് കാണാം. ഇതായിരുന്നു നമ്മുടെ ആ ഒരു പഴയ ഫോട്ടോ. റീസ്റ്റോർ ചെയ്ത് നമ്മളെടുത്ത നമ്മുടെ ഫോട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അതിലേക്ക് സിമിലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ജനറേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിനെ ആ പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ടോണിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ സമയത്താണ് നമുക്കത് ഒരു പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ന്യൂറൽ ഫിൽറ്റേഴ്സിലുള്ള ആ 12 ഫിൽറ്റേഴ്സും നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഇനി നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോകളുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ലെസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ലെസൺസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് തുടർന്ന് ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.